ഹലോ, നമസ്കാരം. ഞാൻ ശാന്തകുമാരിയാണ്. ഞാനൊരു ന്യൂസ് ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് എപ്പോഴും പറയാറ്. പശുവിൻ്റെ മൂത്രം കുടിച്ചിട്ട് ഒരു ഹിന്ദു ആണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഒരു പശുവിൻ്റെ മൂത്രം കുടിച്ചിട്ട് ഏത് അമ്പലത്തിലും പോകേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഹിന്ദുവാണ്, എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുവാണെന്ന് എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം അത് സമൂഹത്തിൽ ഈ നിയമം കൊണ്ടുവന്ന പാർട്ടിക്കാരന് ബോധിപ്പിക്കണമെന്ന് എനിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ദൈവം എന്ന് പറയുന്നത് ആ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയാണ്. അച്ഛനും അമ്മയുമാണ് ദൈവം. അവരെ കുമ്പിടുന്ന ഒരു മക്കൾക്കും ഒരു ദൈവത്തിൻ്റെ എവിടെയും പോകേണ്ട ആവശ്യമില്ല എന്ന പക്ഷക്കാരിയാണ് ഞാൻ. അപ്പോൾ ഒരു ഹിന്ദുവാണെന്ന് തെളിയിക്കാൻ ഒരു പശുവിൻ്റെ മൂത്രം കുടിക്കണം, പശുവിൻ്റെ ചാണകം തിന്നണം എന്ന് പറയുന്ന ആ തലച്ചോറില്ലാത്ത കുറേ വിഡ്ഢികൾക്ക് അവർ തന്നെ തിന്നിട്ട് അവർക്ക് തന്നെ തലയിൽ തലച്ചോറുണ്ടാക്കിക്കോട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പൊങ്കാലയിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയേ തലയിൽ ഉള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഏത് അമ്പലത്തിലും പോകാൻ ഒരു ദൈവങ്ങളും ഇല്ലെങ്കിൽ ഏത് പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന ഏത് പാർട്ടിക്കാർക്കാണെങ്കിലും ഹിന്ദു ആണെന്ന് തെളിയിക്കാൻ പശുവിൻ്റെ ചാണകം തിന്നണം, പശുവിൻ്റെ മൂത്രം തിന്നണം എന്ന് പറയുന്ന വിഡ്ഢികൾ തന്നെയാണ്. ഏത് ദൈവങ്ങളും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ പശുവിൻ്റെ മൂത്രം കുടിച്ചിട്ടും പശുവിൻ്റെ ചാണകം തിന്നിട്ടും ഞങ്ങളുടെ അമ്പലത്തിൽ വന്നാൽ മതിയെന്ന് ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞിട്ടുണ്ട് പുരാണത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് തെളിയിക്കാൻ ഈ ഉണ്ടാക്കിയ നാറികൾ ഒന്ന് പറയട്ടെ. ഇനി ഈ ഭരണം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാറിയ ഭരണക്കാർ നമ്മുടെ ഇന്ത്യ മൊത്തം ഭരിച്ചാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുമ്പോഴത്തേനും അവിടുത്തെ പെണ്ണുങ്ങളടക്കം ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ട് ഇങ്ങനെ നെങ്ങത്ത് തല്ലിയുണ്ട്. ആ പേര് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം സമൂഹത്തിൽ ജാതി പറഞ്ഞ അടിയുണ്ടാക്കുന്ന ഒരു പാർട്ടിയെയും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇവർക്കൊന്നുമില്ല എങ്കിൽ പോലും ഒരാളെങ്കിലും അതിന് ശബ്ദമുയർത്തുണ്ടെങ്കിൽ അതെങ്കിലും മനസ്സിലാക്കി ശബ്ദമുയർത്താൻ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഹിന്ദു ആണെന്ന് തെളിയിക്കാൻ എനിക്ക് ചാണകവും തിന്നണ്ട, മൂത്രവും കുടിക്കണ്ട. ദൈവം നമ്മൾക്ക് മനുഷ്യർക്ക് ഭക്ഷിക്കാൻ പറ്റിയ സാധനങ്ങളാണ് നമ്മുടെ ഈ രാജ്യത്തിൽ ഇന്ത്യയിൽ ഒരുപാട് വെജിറ്റബിളുകളുണ്ട്. ഇവർ ബീഫ് തിന്നാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ തിന്നണ്ടെന്ന് പറഞ്ഞ് കാണാണ്ട് ബീഫുകളെല്ലാം കയറ്റി അയക്കുന്ന വെളിരാജ്യത്തേക്കാണ്. ഇനി ഇന്ത്യയിലെ മനുഷ്യന്മാരും കൂടി അത് തിന്നുമ്പോൾ കുറഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളത്തരം പറഞ്ഞുണ്ടാക്കിയതാണ് ബീഫ് തിന്നരുത് എന്ന്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇവർ കാണാണ്ട് എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ വ്യക്തികളായിരിക്കും കിണ്ണത്തുനിന്ന് വാരിയിട്ട് സ്വാദ് കണ്ടിട്ട് തിന്നുന്നത്. അപ്പോൾ ഇതെല്ലാം വിഡ്ഢികളായ ജനങ്ങൾ എന്നെങ്കിലും ഉണർന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് നോർത്ത് ഇന്ത്യയിലും ജീവിക്കുന്ന പോലെയുള്ള കാലഘട്ടങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഉണരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയിൽ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അത് കൂട്ടിപ്പിടിക്കുന്ന ആൾക്കാരാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ ഒരു കാലഘട്ടം എന്നെങ്കിലും ഇനി തിരിച്ചു വരുമോ? തല്ലും അടിയും വഴക്കും വക്കാണങ്ങളും കള്ളത്തരങ്ങളും ഇവർ തുറക്കുന്നത് എന്തിനാണെന്നറിയാം? ഒന്ന് നുണ പറയാനും, രണ്ട് അക്രമം ഉണ്ടാക്കുമ്പോൾ നിലവിളിക്കാനും, മൂന്ന് ചാണകം തിന്നാനും മൂത്രവും കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ തുറക്കുന്നത്. ഒരു മനുഷ്യരിനോടെങ്കിലും നല്ല രീതിയിൽ ചെയ്യുന്ന ആളാരെങ്കിലും ഉണ്ടോ? തൃശ്ശൂരിന്ന് ഞാൻ എടുക്കും എന്ന് പറഞ്ഞ വ്യക്തിക്ക് പോലും ഇപ്പോൾ ആർക്കും വേണ്ട. ഇനി എന്താന്ന് പറഞ്ഞാൽ ആള് വലിയ ജാതിയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ നടക്കുന്നത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു പിച്ചക്കാരനെയോ ഒരു താഴ്ന്ന ഒരു വ്യക്തിനെയോ അയാൾ കെട്ടിപ്പിടിക്കുന്നതോ ഉമ്മ കൊടുക്കുന്നതോ അയാൾ അവരുടെ വീട്ടിൽ പോയി അവരെ സമാധാനിപ്പിക്കുന്നതോ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാകില്ല അത്. കാരണം
ഉയർന്ന ജാതി എന്നുള്ള ആ ഒരു ഇത് അയാളുടെ തലയിൽ കിടക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഇരുന്ന് ചിന്തിക്കുക. അല്ലാതെ അവരിൻ്റെ ആ നിറം കണ്ടിട്ടോ ചിത്രം കണ്ടിട്ടോ അതിൽ ആവേശം കൊള്ളുന്ന സ്ത്രീകൾ നാളെ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാം തെറ്റാണ് എന്ന്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പശുവിൻ്റെ മൂത്രവും പശുവിൻ്റെ ചാണകവും തിന്നിട്ട് ഒരിക്കലും ഹിന്ദു ആണെന്ന് തെളിയിക്കാൻ പോകുന്നില്ല. വേണ്ട, എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ട്. അതാണ് എൻ്റെ ദൈവം. മനുഷ്യൻ്റെ പ്രവൃത്തി, അതാണ് ദൈവം എന്ന് പറയുന്നത്. സ്നേഹമാണ് ദൈവം, പ്രവൃത്തിയിലാണ് ദൈവം. അല്ലാതെ ദൈവം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു റൂമിൻ്റെ ഉള്ളിൽ കുറേ ശിലകൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഒരിക്കലും അത് ദൈവമാകില്ല. ഇത് ഏത് പാർട്ടിക്കാരാ ഉണ്ടാക്കി ഈ നിയമം, അവർ തന്നെ തിന്നോട്ടെ, എനിക്കൊരു വിരോധവുമില്ല. നമ്മൾക്ക് അങ്ങനെ തെളിയിക്കേണ്ട ആവശ്യവുമില്ല. എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം ഞാൻ ഹിന്ദു തന്നെയാണ്. ഓക്കെ.